സംസാരിക്കുമ്പോൾ മാറിപ്പോകുന്ന ചില പ്രപ്പോസിഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇൻ വേണോ, അതല്ലെങ്കിൽ അവിടെ അറ്റ് ആണോ വേണ്ടത്? ഐ ആം ഇൻ ദ മാർക്കറ്റ് എന്ന് വേണോ, അതല്ലെങ്കിൽ ഐ ആം അറ്റ് ദ മാർക്കറ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? ഇടയ്ക്കൊക്കെ ഒരു സംശയം അങ്ങനെ തോന്നാറില്ലേ? അപ്പോൾ അത്തരം സംശയങ്ങൾ തോന്നുന്നത് അത് തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇൻ ആൻഡ് അറ്റ് മാത്രമല്ല, വേറെയും കുറേ പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷിൽ അങ്ങനെയുണ്ട്. നമുക്ക് അതാണോ ഇതാണോ എന്ന ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഇൻ ആൻഡ് അറ്റ്. ഇൻ വേഴ്സസ് അറ്റ്. ഇൻ ഉപയോഗിക്കുന്നത് ലാർജ് പ്ലേസസ് സച്ച് ആസ് കൺട്രീസ്, രാജ്യങ്ങൾ, കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങൾ, പിന്നെ ബിഗ് സിറ്റീസ് ഒക്കെയാണ്, വലിയ വലിയ സിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ, ഹി വാസ് ബോൺ ഇൻ ദുബായ്. അപ്പോൾ ദുബായ്, ഇന്ത്യ എന്നൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇൻ ആണ് ഉപയോഗിച്ചത്. ഇനി അറ്റ് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ പ്ലേസസ്, അതല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ പ്ലേസസ്, അത് അധികം ഒന്നും പ്രാധാന്യമില്ലാത്ത പ്ലേസസ്. ഫോർ എക്സാമ്പിൾ, ഐ ആം അറ്റ് ദ മാർക്കറ്റ്. അറ്റ് ദ മാർക്കറ്റ്, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് പ്ലേസ് അല്ലേ? അപ്പോൾ അറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ബിൽഡിങ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഐ ആം അറ്റ് ദ എയർപോർട്ട്, ഐ ആം ഗോയിങ് ടു മീറ്റ് യു അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ഓൾ വേഴ്സസ് ഓൾ ഓഫ്. ഓൾ എവിടെ ഉപയോഗിക്കും, ഓൾ ഓഫ് എവിടെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഓൾ ഓഫ് ഉപയോഗിക്കുന്നത് പ്രോനൗൺസിന് മുന്നിലാണ്, ബിഫോർ പ്രോനൗൺസ്. അസ്, ദം, യു എന്നൊക്കെ പറയുന്ന പ്രോനൗൺസിൻ്റെ മുന്നിൽ. ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ഹെർ ഹൗസ് നെക്സ്റ്റ് വീക്ക്. നമ്മളെല്ലാവരും, ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ഹെർ ഹൗസ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓൾ ഓഫ് us. ഓൾ ഓഫ് ദം ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. എല്ലാവരും അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് ദം, ദം എന്നത് പ്രോനൗണാണ്. മറ്റുള്ള കേസുകളിലൊക്കെ നമുക്ക് ഓൾ എന്ന് മാത്രം ഉപയോഗിക്കാം. ഓൾ ദ പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു സ്റ്റേ അറ്റ് ഹോം. എല്ലാ ആളുകളും വീട്ടിലിരിക്കാൻ നിർബന്ധിതരാകുന്നു. ഓൾ ദ സ്റ്റുഡൻസ് ഹാവ് ടു വെയർ മാസ്ക്സ്. ഓൾ ദ സ്റ്റുഡൻസ് ഹാവ് ടു വെയർ മാസ്ക്സ്. എല്ലാ സ്റ്റുഡൻസിനും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. ഓൾ ദ ചിൽഡ്രൻ നീഡ് ടു സ്റ്റേ അറ്റ് ഹോം. എല്ലാ കുട്ടികളും വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഓൾ ദ പീപ്പിൾ, ഓൾ ദ സ്റ്റുഡൻസ്, ഓൾ ദ ചിൽഡ്രൻ, അവിടെയൊക്കെ ഓൾ ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്തത് ഇൻ വേഴ്സസ് ഓൺ വേഴ്സസ് അറ്റ്. ഇതെല്ലാം പ്രെപ്പോസിഷൻസ് ഓഫ് ടൈം ആണ്. ജനറൽ മെഷർമെൻറ്റ്സ്, അതിൻ്റെ കൂടെയാണ് ഇൻ ഉപയോഗിക്കുന്നത്. എന്താണ് ജനറൽ മെഷർമെൻറ്റ്സ്? എക്സാമ്പിൾ നോക്കൂ. ഐ വിൽ ബി ദർ ഇൻ 2 minutes. ഞാൻ അവിടെ ഉണ്ടാകും 2 minutesനുള്ളിൽ. 2 minutesനുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദർ ഇൻ 2 minutes. ഐ വിൽ സീ യു ഇൻ 2 days. 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിന്നെ കാണും. ഇൻ 2 days. വി ആർ ഗോയിങ് ടു ട്രാവൽ എബ്രോഡ് ഇൻ 2 months. 2 monthsനുള്ളിൽ ഞങ്ങൾ എബ്രോഡ് പോവുകയാണ്, ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ട്രാവൽ എബ്രോഡ് ഇൻ 2 months. നോക്കൂ, ഇൻ 2 days, ഇൻ 2 months, ഇൻ 2 minutes എന്നൊക്കെയല്ലേ ഉപയോഗിച്ചത്. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. ഇനി സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ടൈം ആണ് എക്സ്പ്രസ് ചെയ്യാൻ ഉള്ളതെങ്കിൽ നമുക്ക് ഓൺ അല്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കാം. ഐ വിൽ സീ യു ഓൺ മൺഡേ അറ്റ് 2 PM. ഞാൻ മൺഡേ 2 PM നിന്നെ കാണും. ഐ വിൽ സീ യു ഓൺ മൺഡേ അറ്റ് 2 PM. നോക്കൂ, ഓൺ ഉപയോഗിച്ചു ഓൺ മൺഡേ, അതുപോലെ അറ്റ് 2 PM. സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ടൈം. ദ ക്ലാസ്സസ് സ്റ്റാർട്ട് ഓൺ the 13th of 2023. The classes start on the 13th of 2023. ഇൻ ഉപയോഗിക്കുന്നത് ഇയർ ആണെങ്കിൽ നമുക്ക് അതിനു മുൻപിൽ ഇൻ ഉപയോഗിക്കാം. ഷീ വിൽ കം ബാക്ക് ഇൻ 2025. അത് 2025 എന്നത് ഒരു ഇയർ ആണ്, അതിനു മുന്നിൽ ഇൻ. അടുത്തത് ബിസൈഡ് വേഴ്സസ് ബിസൈഡ്സ്. ബിസൈഡ് എന്നത് ഒരു പ്രെപ്പോസിഷനാണ്. ഇതിൻ്റെ മീനിങ് നിയർ ബൈ, അറ്റ് ദ സൈഡ് ഓഫ്, നെക്സ്റ്റ് ടു, അരികിൽ, സമീപത്ത് എന്നൊക്കെ. ഷീ സാറ്റ് ബിസൈഡ് ഹിം ഡ്യൂറിങ് ഡിന്നർ. ഡിന്നറിൻ്റെ സമയത്ത് അവൾ അവൻ്റെ സൈഡിൽ ഇരുന്നു.
വി were ക്യാമ്പിംഗ് ബിസൈഡ് ദ റിവർ. ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത് റിവറിൻ്റെ സൈഡിലാണ്. ഓൺ ദ ഷോർ അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ റിവർ, അതായത് അടുത്ത് തന്നെ എന്ന അർത്ഥത്തിൽ. വെരി ക്ലോസ് ടു ദ റിവർ. ബിസൈഡ്സ് എന്നതിന് മോർ ഓവർ, ഫർദർ മോർ, ഇൻ അഡീഷൻ ടു എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതുകൂടാതെ, അതിന് പുറമേ. ഡിഡ് യു ടോക്ക് ടു എനിവൺ എൽസ് ബിസൈഡ്സ് ജോൺ? ജോണിനെ കൂടാതെ നീ വേറെ ആരെങ്കിലുമായിട്ട് സംസാരിച്ചോ? ഡിഡ് യു ടോക്ക് ടു എനിവൺ ബിസൈഡ്സ് ജോൺ? ജോണിന് പുറമേ അല്ലെങ്കിൽ ജോണിനെ കൂടാതെ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഷോപ്പിംഗ് ബിസൈഡ്സ് ഐ ഹാവൻറ്റ് ഗോട്ട് എനി മണി. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഷോപ്പിംഗ്, എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിസൈഡ്സ്, അതിന് പുറമേ. മാത്രമല്ല, ഐ ഹാവൻറ്റ് ഗോട്ട് എനി മണി, എൻ്റെ കയ്യിൽ പൈസയുമില്ല. നെക്സ്റ്റ് വൺ, എമംഗ് വേഴ്സസ് ബിറ്റ്വീൻ. എമംഗ് ഉപയോഗിക്കുന്നത് 3 or more ഐറ്റംസിനെ പറ്റി പറയുമ്പോഴാണ്. ഒരു ഗ്രൂപ്പിൽ 3 ഐറ്റംസ്, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എമംഗ് ഉപയോഗിക്കാം. ഷീ ഈസ് വെരി പോപ്പുലർ എമംഗ് ഹെർ ക്ലാസ്മേറ്റ്സ്. അവളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയിൽ അവൾ വളരെ പോപ്പുലറാണ്. ഷീ ഈസ് വെരി പോപ്പുലർ എമംഗ് ഹെർ ക്ലാസ്മേറ്റ്സ്. ദ സീക്രറ്റ് വാസ് സ്പ്രെഡ് എമംഗ് ദ ക്രൗഡ്. ക്രൗഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 3 ആളുകളിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ക്രൗഡിനിടയിൽ ആ സീക്രറ്റ് സ്പ്രെഡായി. ദ സീക്രറ്റ് വാസ് സ്പ്രെഡ് എമംഗ് ദ ക്രൗഡ്. ഇനി ബിറ്റ്വീൻ, ഇത് 2 ഐറ്റംസ്, അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ദേ പുട്ടപ്പ് എ ഫെൻസ് ബിറ്റ്വീൻ ദെയർ ഹൗസ് ആൻഡ് ദെയർ നൈബേഴ്സ് ഹൗസ്. ദേ പുട്ടപ്പ് എ ഫെൻസ്, അവർ ഒരു ഫെൻസ് ഉണ്ടാക്കി അവരുടെ ഹൗസിനും അവരുടെ നൈബറിൻ്റെ ഹൗസിനും ഇടയ്ക്ക്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് അവരുടെ ഹൗസ്, ഒന്ന് അവരുടെ നൈബേഴ്സ് ഹൗസ്. ദേ പുട്ടപ്പ് എ ഫെൻസ് ബിറ്റ്വീൻ their house and their neighbor's house. There is a door between the 2 rooms. 2 റൂംസിൻ്റെ ഇടയിൽ ഒരു ഡോർ ഉണ്ട്. There is a door between the 2 rooms. ഇനി നെക്സ്റ്റ് വൺ, ഓൺ വേഴ്സസ് അപ്പോൺ. ഓൺ ആൻഡ് അപ്പോൺ, ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് മദർ ഫോർ സപ്പോർട്ട് അറ്റ് ഹോം. അവൻ അവൻ്റെ മദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫോർ സപ്പോർട്ട് അറ്റ് ഹോം, വീട്ടിൽ സപ്പോർട്ടിന് വേണ്ടി. ഹി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് മദർ ഫോർ സപ്പോർട്ട് അറ്റ് ഹോം എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ അപ്പോൺ തന്നെയാണ് കൂടുതൽ ആപ്റ്റായിട്ട് വരിക. നമ്മൾ പറയില്ലേ, വൺസ് അപ്പോൺ എ ടൈം ദർ ലീവ്ഡ് എ കിങ്. ഈ ബെഡ് ടൈം സ്റ്റോറീസ്, കുട്ടികളോട് പറയുന്ന ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ, ഫെയറി ടെയിൽസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ വൺസ് അപ്പോൺ എ ടൈം, അതിനർത്ഥം ഒരുപാട് ഇയേഴ്സ് മുൻപ്, ലോങ് ടൈം എഗോ എന്ന മീനിങ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അപ്പോൺ എന്ന് യൂസ് ചെയ്യുന്ന ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ് എന്ന് കാണിക്കാനാണ്. പിന്നെ അപ്പോൺ ആൻഡ് ഓൺ തമ്മിലുള്ള ഒരു കുഞ്ഞ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൺ എന്നത് കുറച്ചുകൂടി ഒരു ഫോർമൽ ആണ്. ഓൺ ഉപയോഗിക്കുമ്പോൾ പുട്ട് യുവർ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൽ ബുക്ക് വയ്ക്കൂ, ടേബിളിന് മേൽ ബുക്ക് വയ്ക്കൂ എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ഇൻ വേഴ്സസ് ഇൻ ടു. ഇൻ യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്, ഇതെല്ലാം ഒരു ലൊക്കേഷൻ്റെ ഉള്ളിൽ, ഇൻസൈഡ് എ ലൊക്കേഷൻ, അങ്ങനെ ആവുമ്പോഴാണ്. ഇൻസൈഡ് എ ലൊക്കേഷൻ ആവുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻ മൈ റൂം, ഹീസ് ഇൻ ഹിസ് ഓഫീസ്, ഇൻ. അതേസമയം ഹീ കെയിം ഇൻ ടു മൈ ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. കമ്മിങ് ടുവേർഡ്സ് മൈ റൂം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റൂമിലേക്ക് വരുന്നു, അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. എൻറ്ററിങ്, പ്രവേശിക്കുന്നു, ക്ലോസ്ഡ് ആയ സ്പേസിലേക്ക് വരുന്നു. എൻറ്ററിങ് എ ക്ലോസ്ഡ് സ്പേസ്, അവിടെ ഒരു മൂവ്മെൻറ്റ് കൂടിയുണ്ട്. ഐ വാസ് സിറ്റിംഗ് ഇൻ മൈ ക്ലാസ് റൂം, ഹീ വാസ് ഇൻ ദ ഹൗസ് വെൻ ദ പോലീസ്മാൻ കെയിം. ഹീ വാസ് ഇൻ ദ ഹൗസ്, അവിടെ ഹൗസിനുള്ളിലാണ്. ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു, അവിടെ ക്ലാസ് റൂമിനുള്ളിലാണ്. അവിടെയൊക്കെ ഇൻ ഉപയോഗിച്ചു. ഇൻ ഉപയോഗിക്കുന്നത് ഒരു പൊസിഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഇൻ ടു ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ്. ഐ ഡ്രോപ്ഡ് എ കോയിൻ ഇൻ ടു ദ ഗ്ലാസ്. ഐ ഡ്രോപ്ഡ് എ കോയിൻ ഇൻ ടു ദ ഗ്ലാസ്, ആ കോയിൻ മൂവ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് വീഴുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഐ ജംപ്ഡ് ഇൻ ടു ദ വെൽ, ഞാൻ കിണറ്റിലേക്ക് ചാടി. ഇൻ ടു ദ വെൽ, അവിടെയും ജമ്പിങ്, അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. നെക്സ്റ്റ്, ടു വേഴ്സസ് ദാൻ. ചില വേർഡുകളുണ്ട്, ആ വേർഡുകൾ കഴിഞ്ഞാൽ ടു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, ദാൻ അല്ല. ഫോർ എക്സാമ്പിൾ, സീനിയർ, ജൂനിയർ, പ്രിഫർ, പ്രയർ, സുപ്പീരിയർ, ഇൻഫീരിയർ,
ഈ വാക്കുകളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് സീനിയർ ടു മീ. സീനിയർ ടു മീ. ഹി ഈസ് സീനിയർ ടു മീ ഇൻ സർവീസ്. സർവീസിൻ്റെ കാര്യത്തിൽ അവൻ എന്നേക്കാളും സീനിയറാണ്. ഹി സീനിയർ ടു മീ ഇൻ സർവീസ്. ഐ പ്രിഫർ കോഫി ടു ടീ. എനിക്ക് ടീയേക്കാളും ഇഷ്ടം കോഫിയാണ്. ഹി ഈസ് സുപ്പീരിയർ ടു മീ ഇൻ ടേംസ് ഓഫ് ഗ്രേഡ്സ്. ഗ്രേഡ്സിൻ്റെ കാര്യത്തിൽ എന്നേക്കാളും സുപ്പീരിയർ ആണ് അവൻ. ഹയർ ദാൻ മീ. അപ്പോൾ ഇത്തരം വാക്കുകളാണെങ്കിൽ ആ വാക്കുകൾ ഫോളോ ചെയ്തിട്ട് ടു തന്നെ ഉപയോഗിക്കണം. മറ്റുള്ള കേസിലൊക്കെ ദാൻ ഉപയോഗിക്കാം. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ. ദാൻ, അവിടെ ദാൻ ഉപയോഗിച്ചു. എന്നേക്കാളും ബ്യൂട്ടിഫുൾ അവളാണ്. ദാൻ. ഹി ഈസ് ബെറ്റർ ദാൻ മീ. അവൻ എന്നേക്കാളും ബെറ്ററാണ്, കുറച്ചുകൂടി നല്ലതാണ്. ദാൻ. ഫോർ വേഴ്സസ് സിൻസ്. ഫോർ മെഷേഴ്സ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. അതേസമയം സിൻസ് ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. ഞാൻ അവിടെ 5 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 years എന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതേസമയം ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ സിൻസ് 2018. 2018 മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 2018. അപ്പോൾ 2018 എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇയർ നമ്മൾ പറയുകയാണ്. 5 years എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോർ ഉപയോഗിക്കുക. അതല്ല ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ടൈം ഒക്കെ ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കുക. ഇനി 1 question ഫോർ യു. 2 സെൻറ്റൻസ്, അവിടെ 2 ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും. ആ സ്പേസ് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് ദിസ് ചാനൽ ഫോർ ഡാഷ് ഇയേഴ്സ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഹാവ് ബീൻ വാച്ചിങ് ദിസ് ചാനൽ സിൻസ് ഡാഷ്. ഈ 2 ബ്ലാങ്ക് സ്പേസസും ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ എത്ര കൊല്ലം ആയി എന്നതാണ് എഴുതേണ്ടത്. അടുത്ത സെൻറ്റൻസിൽ എന്ന് മുതൽ എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇയർ അല്ലെങ്കിൽ ഒരു മന്ത് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.